ശരി, നമ്മുടെ ഈ കാര്യങ്ങൾ ഒരു വശം നടക്കുമ്പോൾ നമ്മുടെ പുതിയ മന്ത്രിസഭ വന്നു. മന്ത്രിസഭയുടെ രണ്ടാമത്തെ ക്യാബിനറ്റും ഇന്ന് കഴിഞ്ഞു. ഇന്നിപ്പോൾ വകുപ്പുകളുടെ കാര്യത്തിലൊക്കെ തീരുമാനവുമായിട്ടുണ്ട്. നാളത്തെ ദിവസം കുറച്ചധികം സ്പെഷ്യലാണ്. കാരണം എന്ന് വെച്ചാൽ കേരളത്തിൻ്റെ 16ാം നിയമസഭയുടെ ആദ്യ സമ്മേളനം നാളെ ചേരാൻ പോവുകയാണ്. പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നടക്കും. അതേപോലെ 22ാം തീയതിയാണ് സ്പീക്കർ തിരഞ്ഞെടുപ്പ് വരുന്നത്. മെയ് 29-ന് ഗവർണറുടെ നയപ്രഖ്യാപനവും ഉണ്ടാകും. ബിനൽ ലീല സാബു തിരുവനന്തപുരത്ത് നിന്ന് ചേർന്നുണ്ട്. ബിനൽ, ഗുഡ് ഈവനിങ്. നാളെ ഇപ്പോൾ നമ്മൾ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും പ്രതീക്ഷിക്കേണ്ടതുണ്ടോ, അതോ ഈ ഔദ്യോഗിക നടപടിക്രമങ്ങൾ മാത്രമായിരിക്കുമോ? നാളെ ഈ സത്യപ്രതിജ്ഞ നടപടിക്രമങ്ങൾ മാത്രമായിരിക്കും നാളെ ഉള്ളത്. നാളെ പ്രോട്ടേം സ്പീക്കറായി വരുന്നത് ജി സുധാകരനാണ്. അദ്ദേഹം ഇന്ന് ലോക് ഭവനിലെത്തി അവിടെ സത്യവാചകം ചൊല്ലി അദ്ദേഹം പ്രോട്ടേം സ്പീക്കറായിട്ടുണ്ട്. നാളെ ജി സുധാകരനായിരിക്കും അംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത്. അത് പിണറായി വിജയൻ ഇന്ന് തലസ്ഥാനത്തേക്ക് വരും. രാത്രിയായിരിക്കും അദ്ദേഹം എത്തുക. നാളെയും അദ്ദേഹവും സത്യപ്രതിജ്ഞ ചെയ്യുന്നുണ്ട്. സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് പ്രോട്ടേം സ്പീക്കറായ ജി സുധാകരനാണ്. തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം പരസ്പരം വാക്പോരൊക്കെ നടത്തിയ രണ്ട് നേതാക്കളാണ്. അപ്പോൾ അവിടേക്ക് അത്തരത്തിലാണ് നാളെ ഈ സത്യപ്രതിജ്ഞ ചൊല്ലുന്നത്. അതുകൊണ്ട് തന്നെ ജി സുധാകരൻ രാവിലെ ഇക്കാര്യം ചോദിച്ചിരുന്നു. അതിൽ പ്രസക്തിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പ്രോട്ടേം സ്പീക്കറായി ഒരാളെ തെരഞ്ഞെടുത്തു. ആ തെരഞ്ഞെടുപ്പ് അദ്ദേഹം MLA ആണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അതിൽ അങ്ങ് വന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്നു. അതിലേക്ക് വലിയ ചോദ്യത്തിന് പ്രസക്തിയില്ല എന്ന പ്രതികരണമാണ് അദ്ദേഹം നടത്തിയത്. 29-നാണ്. അതിനുശേഷം നാളെ ഇപ്പോൾ സത്യപ്രതിജ്ഞയാണ്. അതിനുശേഷം സ്പീക്കറുടെ തെരഞ്ഞെടുപ്പ് നടക്കും. അത് 22-ാം തീയതിയാണ് നടക്കുക. 29-നാണ് നയപ്രഖ്യാപന പ്രസംഗമുള്ളത്. ഗവർണർ സഭയിലെത്തി ഈ സർക്കാരിന്റെ നയം പ്രഖ്യാപിക്കും. അതിനുശേഷം ജൂൺ 1, 2, 3 തീയതികളിൽ ഈ പ്രസംഗത്തിലുള്ള ഉപക്ഷേപ ചർച്ച നടക്കും. അത് 1, 2, 3 തീയതികളിലാണ് നടക്കുക. സേതു, ശരി, ഓക്കെ. ഇപ്പം ബില്ല് പറഞ്ഞ പോലെ ഇതിലെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ പ്രോട്ടേം സ്പീക്കർ ജി സുധാകരനാണല്ലോ. അദ്ദേഹത്തിൻ്റെ മുന്നിലാണ് പോയി എല്ലാ MLA-മാരും സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നത്. ആ MLA-മാരുടെ കൂട്ടത്തിൽ പിണറായി വിജയൻ അടക്കമുള്ള ആളുകളുണ്ട്. ഇടതുമുന്നണി വിട്ട് UDF-നൊപ്പം ചേർന്ന് മത്സരിച്ച് വിജയിച്ചയാളാണ് ജി സുധാകരൻ. അതിനൊക്കെയും അപ്പുറം തിരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ കേട്ട പരസ്പര പോരും വെല്ലുവിളികളും ഒക്കെയും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ആളുകൾക്ക് മുമ്പിൽ പോയി രണ്ടുപേരും ഒക്കെ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോഴത്തേക്കും അതൊരു കൗതുകം കൂടിയാണ്. പ്രിയപ്പെട്ടവരെ,